ഹലോ എല്ലാവർക്കും ഡു വാട്ടിലോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇത് കാണുന്നത് ടർട്ടിൽ വൈനാണ്. അപ്പോൾ ഇത് ഒരുപാട് വളർന്നതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് മുടി വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കയ്യിൽ ഫോണിരുന്ന് ഒരു കയ്യിൽ വെട്ടാൻ നേരെ പറ്റുന്നില്ല. അതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞ ശേഷമുള്ള രൂപമാണ് ഒരു ചെറിയ ബോയ് കട്ട് മോഡലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെട്ടിയെടുത്തതിന് ബാക്കി ഞാനൊരു ഹാങ്ങിങ് പോട്ടിലിട്ടായിരുന്നു. ഹാങ്ങിങ് പോട്ടിലിട്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ ഈ മെത്തേഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല സക്സസീവ് ആയിരുന്നു. ഇതെല്ലാം ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റിയ ശേഷം ഫുൾ മണ്ണിട്ട് ഞാൻ നിറച്ച ശേഷം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് നല്ല രീതിയിൽ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു. നമ്മുടെ പനം കൊല പോലെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരുപാട് വന്നായിരുന്നു. അപ്പോൾ അതേ മെത്തേഡാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മണ്ണെടുക്കാനെത്തി. നല്ല മണ്ണൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മണ്ണൊക്കെ എടുത്തിടാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചട്ടി ചരിഞ്ഞും പോയി. കുഴപ്പമില്ല. മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇതുപോലെ മണ്ണിടുക. കണ്ടോ? എല്ലാം ഇട്ട ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇതിനെ നല്ല മണ്ണ് തന്നെയാണ് കിട്ടിയത്. തെങ്ങിന് വളമായിട്ട് കൊടുത്തിരുന്ന മണ്ണായിരുന്നു. അത് ഞാൻ ഇച്ചിരി ഇങ്ങെടുത്തു. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പുറത്ത് നിൽക്കുന്ന ചെടിയും അകത്താക്കുക. ഇതേ കണ്ടൊരു ചെറിയ ഫ്ലോപ്പിലെ വെളിക നിപ്പുണ്ട്. അതെല്ലാം വെച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നനച്ചിട്ട് തണലുള്ള സ്ഥലത്ത് ഒരു 2-3 ദിവസം വച്ചിരുന്നാൽ മതി. നല്ല വേരൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് ഇത് ചെടി വരും. ഇനിയൊരു ടർട്ടിൽ വൈൻ ഇതാണ് ഞാൻ നേരത്തെ ചെയ്തിരുന്നത്. ഇതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് വച്ചിരുന്നതാണ്. പൊടിച്ച് ഇയാൾക്കും ഞാനൊന്ന് മുടി വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ചുമരിലേക്ക് വയ്ക്കാൻ പോവാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്ലേസ് ഇരുന്നത്. അതിൻ്റെയൊക്കെ വേര് വന്നൊരു ഇതാണ് അവിടെ കാണുന്നത്. ഞാൻ ഹാങ്ങിങ് പോട്ട് തൂക്കിയിട്ടു. തൊട്ടപ്പുറത്ത് നമ്മളുടെ എപ്പീഷ്യ നിൽക്കുകയാണ്. താങ്ക് യു.